കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്ക് സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. മാതാപിതാക്കളാകാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ നല്ല രക്ഷാകർത്താക്കളാവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരച്ഛന് തൻ്റെ കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ആ കുട്ടികളുടെ അമ്മയെ സ്നേഹിക്കുക എന്നതാണ്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷമായി സമാധാനമായി. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ പിതാക്കൾ തൻ്റെ മക്കളെ വളരെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് നല്ല സംരക്ഷണമുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, കുട്ടികൾക്ക് സൂപ്പർ കിഡ്സിലേക്ക് എൻ്റെ നമോവാണ്. മുസ്താസീന, ഏഞ്ചൽ, അഹമ്മദ്, ഹൃദയ്. സൂപ്പർ കിഡ്സ് ആരംഭിക്കുന്നു. മാതാപിതാക്കൾ അവിടെ, കുട്ടികൾ ഇവിടെ, ഞാനും ഇവിടെ. ഇനി നമ്മൾ എവിടെ? സൂപ്പർ കിഡ്സിൽ ഇല്ലേ? പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഉമ്മാന്റെ പൊരുളെ, ഇക്കാന്റെ കരളെ, മുത്താണ് നീ ഞമ്മക്ക്, ചക്കര മുത്താണ് നീ ഞമ്മക്ക്. മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഷർട്ടൊക്കെ ഇട്ട് കയ്യിൽ ചെയിനൊക്കെ കെട്ടി പുതിയ ചെരുപ്പൊക്കെ ഇട്ട് കൊട്ടൊക്കെ തൊട്ട് ഇഞ്ഞൊരു മീശയും കൂടി വരച്ചാൽ ആരായി? വല്യേട്ടല്ല മമ്മൂട്ടിയായി, ബാലേട്ടല്ല മോഹൻലാലായി, മീശമാധവനായി. ആരൊക്കെയാവും? ആരാകണം? മമ്മൂട്ടി ആയാൽ മതി. നടന്മാരിൽ മമ്മൂട്ടി, തിന്നാൻ കുമ്മട്ടി, കത്തിക്കാൻ തീപ്പട്ടി, മാന്താൻ മമ്മട്ടി. ഇത് ആരാണ് ഈ ചുണക്കുട്ടി? പേരെന്താണ്? എന്താ പേര്? തന്റെ പേരെന്താ? മമ്മൂട്ടിയാ? മോന്റെ പേരെന്താണ്? ഓ, മോന്റെ പേരെന്താ? അമ്പാലു. അമ്പാലു അല്ലേ? വീട്ടിൽ വിളിക്കണത് അമ്പാലു. അമ്പാലു ആണായിരിക്കണത്. ആദ്യം പറഞ്ഞ് ആരാണെന്ന്? മമ്മൂട്ടിയാണെന്ന്. ആര് പറഞ്ഞു? മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. മമ്മൂട്ടിയാണോ? അമ്പാലു. മോന്റെ പേരെന്താണ്? ഹിസ്തഅസീന. മുസ്തസ്ന. എന്റെ ദൈവമേ, ഈ പേരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ചോറ് തിന്ന് തൊണ്ടയിൽ ഇത്തിരി വെള്ളം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതും വായിൽ വെച്ചിട്ട് എന്ന് വിളിക്കുമ്പോൾ തന്നെ പണി പായമ്പളത്തിൽ കിട്ടും. ഈ പേര് നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് വിളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ മുസ്തസീന എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ സംഗതി പണി പാടും. നമുക്കൊരു പേരിടാം. പൊന്നു എന്നിടാം. പൊന്നു എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ? ആര് വിളിക്കും? ഉമ്മ വിളിക്കും പൊന്നു എന്ന്. പൊന്നു എന്നാണ് എളുപ്പമുള്ള പേര്. കഠിനമായ പേര് മോക്കിട്ട് കൊടുത്തിട്ട് അത് നാട്ടുകാർ വിളിച്ചനുഭവിക്കട്ടെ എന്ന് കരുതി നമ്മൾ വീട്ടിൽ പൊന്നു എന്ന് പറഞ്ഞ് ലളിതമായ ഒരു പേര് വിട്ടു. എവിടെയാണ് മുസ്തസീനയുടെ വീട്? കട്ടിപ്പാറെടുക്കൽ, മലപ്പുറത്ത് അല്ലേ? മലപ്പുറത്ത്. സ്കൂളിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? UKG. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? UKG. മോൻ ഏത് സ്കൂളിലാണ്? ചാച്ചാജി. അത് UKG, ഇത് ചാച്ചാജി. എന്താ ചാച്ചാജി? സ്കൂളിൽ പഠിക്കുന്ന ആളായിരിക്കുന്നത് ചാച്ചാജി സ്കൂളിലാണ്. മോള് UKG അല്ലേ? സ്കൂളിന്റെ പേരെന്താണ്? ചെത്തുകൊളമ്പ്. എന്റെ പൊന്ന്, ഇത് മലപ്പുറത്തുനിന്ന് ഒരിക്കലും വായിക്കൊള്ളാത്ത കുറച്ച് വാക്കുകളുമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. ബാപ്പാന്റെ പേരെന്താണ്? മുസ്തഫ. ഉമ്മാന്റെ പേരോ? അടി കിട്ടാറുണ്ടോ? കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? താല്പര്യമുണ്ട്, ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ മഴ വേഴാമ്പല് കാത്തിരിക്കുന്നത് പോലെ, വെടിക്കെട്ടൊന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നത് പോലെ വഴിപാടൊക്കെ നടത്തി കാത്തിരിക്കുകയാണ് ഒരു അടി കിട്ടാൻ. അടി വേണോ? ആരുടെ നിന്ന് വേണം? അച്ഛൻ്റെ നിന്ന് വേണോ? അമ്മയുടെ നിന്ന് വേണോ? അമ്മൂമ്മയുടെ നിന്ന് വേണോ? അച്ഛന്റെ കൈ കൊണ്ട് ആദ്യമായിട്ട് നല്ല ഒരു നേർച്ച കിട്ടിയിട്ട് വേണം. പിന്നെ ഒരു തൃശ്ശൂർ പൂരം പോലെ നിന്ന് പൊട്ടാൻ താമസിയാതെ കിട്ടും. പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഐശ്വര്യമുള്ള കൈയാണെങ്കിൽ പിന്നീട് നിരന്തരമായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട് കേട്ടോ. മോള് പഠിച്ച് ആരാകും? ടീച്ചറാകും. നമുക്ക് ടീച്ചറാകാനാണ് ആഗ്രഹം. എന്തിനാ ടീച്ചർ ആകുന്നത്?
അപ്പൊ ഇപ്പൊ ഞങ്ങളെ തല്ലുമ്പോ ടീച്ചറോട് ദേഷ്യമുണ്ട്. പിന്നെ ഞങ്ങൾ പഠിച്ചാകുന്നത് ടീച്ചറാകാനാ. കാര്യം പിള്ളേരെ തല്ലിപ്പൊരിക്കാനാ. ടീച്ചറാവണം. മലപ്പുറംകാരി ഒരു ടീച്ചർ. ഞാൻ മലപ്പുറത്ത് വരുമ്പോ കാണുമോ അവിടെ? എന്റെ പേരെന്താന്നറിയോ? എന്താ? മുസ്തസിനക്ക് അറിയോ എന്റെ പേര്? എന്തായിരിക്കും എന്റെ പേര്? എന്റെ പേരെന്താണ്? എന്റെ പേര് പറയാവുന്നവർക്ക് മിഠായി തരാം. എന്റെ പേരെന്താണ്? എന്റെ പേരറിയോ? എന്താണ്? കലക്കി. എന്റെ പേരെന്താണ്? പ്രൈസ് ഉണ്ട്. നല്ല കുട്ടി, നല്ല കുട്ടിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആള് കടുകാണെങ്കിലും സംഗതിയൊക്കെ ഓർത്തിരിക്കുക. പള്ളുരുത്തി മാമൻ മിടുക്കൻ. കണ്ടോ മീശമാധവൻ പറഞ്ഞത്? അവിടെ ഇരുന്ന് പറഞ്ഞു പള്ളുരുത്തി മാമൻ. അപ്പൊ ഗംഭീരമാവട്ടെ, ടീച്ചറാവട്ടെ. മുസ്തഫിനേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഉമ്മയ്ക്ക്, ബാപ്പയ്ക്ക്, അനിയത്തിക്ക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇനി കുറെ പേരുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും എന്റെ ഹായ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാട്ട് പാടണ്ടേ? ഒരു പാട്ട് കേൾക്കണ്ടേ? പാടൂ. ഒരു പാട്ട് പാടിക്കേ. ശിശുക്കളാണു ഞങ്ങൾ, ശിശുക്കളാണു ഞങ്ങൾ, നിത്യശക്തിയല്ലേ ഓമനക്കിടാങ്ങൾ. കള്ളമില്ല ഞങ്ങളിൽ, കപടമില്ല ഞങ്ങളിൽ, കൊള്ളവയ്പോ കൊള്ളിവയ്പോ ഒന്നുമില്ല ഞങ്ങളിൽ. ഗാന്ധിജി തന്നതാ ഇക്കൊടി ഇക്കൊടി ഇക്കൊടി. അമ്മയ്ക്ക് എന്താ ജോലി? സ്കൂളിലെ ടീച്ചറാ. സ്കൂളിലെ ടീച്ചറാ. ടീച്ചറാണ് ആ വന്നിരിക്കുന്നത്. ജ്യോതി. ജ്യോതി ടീച്ചർ അല്ലേ? പിന്നെ അച്ഛൻ എന്താ ജോലി? ഓഫീസില് ഹുണ്ടായി. ഹുണ്ടായി കാറിന്റെ ഫൈനാൻസ്. അമ്മോ, കാറിന്റെ ഫൈനാൻസ് ഇടപാടാണ് ഞാൻ കേൾക്കണത്. അപ്പച്ചൻ ഓഫീസിലെ ഗുണ്ട എന്നാണ് കേട്ടത്. അച്ഛനാണ് പോഴത്തരം പറയണത്, അമ്മയാണ് ആ പോഴത്തരം പറഞ്ഞത് വീട്ടിൽ? പപ്പയും അമ്മയും കൂടെ വഴക്കുണ്ടാക്കും ചിലപ്പോ. വഴക്കുണ്ടാക്കും പൈസക്ക് വേണ്ടി. ജോലി നമ്മൾ ഉദ്ദേശിക്കണ പോലത്തെ ഒരു ടീച്ചറല്ല. പൈസക്ക് വേണ്ടി ഒരു ഇച്ചിരി ആർത്തിയുള്ള കൂട്ടത്തിലാ. പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അമ്മയിട്ട് പൈസ വേണം പൈസ വേണം പൈസ വേണം. വൈകുന്നേരം വരും പൈസ വേണം പൈസ വേണം പൈസ വേണം. ഓ, ഇങ്ങനെ പൈസ കാർത്തിയുള്ള ഒരു അമ്മേ. പേര് ജ്യോതി, ടീച്ചറാണ് പോലും. ട്യൂഷനും പഠിപ്പിക്കും എന്റെ അമ്മ. ട്യൂഷനും പഠിക്കും. വെറുതെ ഇരിക്കുന്നില്ല. അവിടെ പോയി കഴിഞ്ഞ ഉടനെ ട്യൂഷനും ഉണ്ട്. കുട്ടികളുടെ ട്യൂഷൻ ഫീസ് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുവോ? ചോദിക്കുവോ? കുട്ടികളോട് എങ്ങനെ ചോദിക്കും? പൈസ ചോദിക്കുവോ? പൈസ എന്താ കൊണ്ടുവരാനേന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കും. പാവപ്പെട്ട കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ആ കുട്ടികളോട് ചോദിക്കുന്നു, ഇന്നെന്താ പൈസ കൊണ്ടുവരാഞ്ഞ്? പൈസ കൊണ്ടുവന്നിട്ട് വന്നാൽ മതി, പൊക്കോളൂ പറയൂ അല്ലേ? അതെ, പൈസ തന്നില്ലെങ്കിൽ അമ്മ അങ്ങ് ചെലപ്പം വിടും ചെലപ്പം വിടത്തില്ല. പൈസ തന്നില്ല. അവിടെ പോയി പഠിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ടീച്ചറാണ് പോലും. ടീച്ചർ കണ്ട പാവത്തിനെ പോലെ ഇരിക്കും അല്ലേ? പാവത്തിനെ പോലെ. പാവം ശരിക്കും ആരാണ് വീട്ടില്? പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാവമായിട്ടിരിക്കാൻ പോണേ. ഞാനിപ്പോ ഒരു കേക്ക് തരും, ഒരു ഐസ്ക്രീമും തരും. ആർക്കും കൊണ്ടേ കൊടുക്കും? ജോലിക്ക് പൈസയോടാണ്. പൈസ തന്ന ആർക്കൊണ്ടേ കൊടുക്കും? അമ്മളെ കൂടെ കൊടുക്കും. കാര്യം അമ്മാലെ കൊല്ലും. പപ്പ ആണെങ്കിലേ ഒരു പവർ വീടുന്ന ഒരു വഞ്ചിയുണ്ടായിരുന്നു. ആ വഞ്ചിക്കകത്ത് ഒത്തിരി പൈസ ഒക്കെ ഉണ്ട്. അതാരെടുത്ത്? അമ്മയ്ക്ക് ചിലപ്പം വേണമെന്ന്. നോട്ടം ഉണ്ട്. പക്ഷേ നമുക്ക് നോട്ടം ഉണ്ട്. മോള് ശ്രദ്ധിച്ചാ അതവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ അതും ജ്യോതിയുടെ കയ്യിൽ പോവും കേട്ടാ. ജ്യോതിനെ ഒന്നൊന്ന് ശ്രദ്ധിക്കണം, നന്നായിരിക്കും. ഞാൻ പറഞ്ഞെന്ന് പറയട്ടെ, അച്ഛനോട് പറഞ്ഞു കേട്ടാ. അപ്പൊ നല്ല കാര്യമാണ്. നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. നന്നായിട്ട് നല്ല. ഇനി ഉച്ചക്കൊന്നും കഴിക്കേണ്ടി വരില്ല. ജ്യോതിക്ക് വയറ് നന്നായിട്ട് വിശന്ന് കാണുമെന്ന് കരുതുന്നു. സുഖമാണോ? രാത്രി കിടന്ന് ഉറങ്ങാറുണ്ടോ? പകൽ ഉറങ്ങാറുണ്ടോ? മിണ്ടില്ല. പകലാരാ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്? പാപ്പച്ചി കുറെ നാൾ ദുബായിൽ എവിടെയായിരുന്നു? പേർഷ്യയിലായിരുന്നു. പോയപ്പോ വന്നപ്പോ വല്ലതും കൊണ്ടുവന്നോ? എന്ത് കൊണ്ടുവന്നു? കാറ് കൊണ്ടുവന്നു. കാറ് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നു. വീട്ടില് കാറുണ്ടോ? സൈക്കിളുണ്ടോ? പ്ലെയിൻ ഉണ്ടോ? ബസ്
തീവണ്ടി ഉണ്ടോ? എവിടെ കയറ്റിയിടും ഇതൊക്കെ? കെട്ടിയിടുവാ ഈ ട്രെയിനും കാറും ബസ്സും ഒക്കെ ആണോ? ആടുണ്ടോ വീട്ടിൽ? ആട്, പശു, ആട്, ഉമ്പ, പൂച്ച ഉണ്ട്. പൂച്ച എങ്ങനെയാ കരയുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മീൻ വെട്ടിട്ട് ഇട്ട് കൊടുക്കും. മീനല്ലേ ഇട്ട് കൊടുക്കണത്? എന്റെ തലയും പാലും അല്ലേ? എന്താ ഇട്ട് കൊടുക്കണത്? പിന്നെ ടാറ്റയുടെ വീടല്ലേ? മീൻ മേടിച്ചിട്ട് ഇട്ട് കൊടുക്കാം പൂച്ചക്ക്. മീൻ ഇട്ട് കൊടുക്കുമ്പോ പൂച്ച എന്ത് ചെയ്യും? പൂച്ച കരയുന്ന എങ്ങനെയാ? പട്ടി കരയുന്ന എങ്ങനെയാണ്? കുഞ്ഞുമാവ കരയുന്ന എങ്ങനെയാണ്? ആണല്ലേ? ആട് കരയണ പോലെ. ആനയെ കണ്ടിട്ടുണ്ടാ? ആനയ്ക്ക് എത്ര കാലുണ്ട്? ബാക്കി 2 കാലി ഗവൺമെന്റിന്റെ. തുമ്പിക്കൈ എത്ര ഉണ്ട്? ഉറങ്ങണോ കിടന്ന്? കുറച്ചു നേരം കിടന്ന് ഉറങ്ങണോ? കുറച്ചു നേരം കിടന്ന് ഉറങ്ങണോ? ശരിക്കും തണുക്കട്ടെ, ഞാൻ വരാം. ആനയെ കണ്ടിട്ടുണ്ടോ? എവിടെയാ വീടെന്ന് പറഞ്ഞത്? സ്കൂളിലാണ് വീട്. താമസം സ്കൂളിലാണ്. സുനാമി ബാധിച്ചിരിക്കുക അവിടെ ക്യാമ്പിലാണ് എല്ലാരും. വീടുണ്ടോ നിങ്ങൾക്ക്? എവിടെയാ വീട്? പള്ളിക്കൽ. പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ചേട്ടന്റെ പേരെന്താണ്? എങ്ങനെയുണ്ട്? ആളെങ്ങനെയുണ്ട്? കറുപ്പ. ഇത് കറുപ്പെന്നാ വിളിക്കണത്? ഇവിടെ കയറി കറുപ്പാന്ന് വിളിക്കാമെങ്കിൽ പിന്നെ എല്ലാം എന്താ വിളിക്കാൻ പോകുന്നത്? ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാരാ? ആണോ? വെറുതെ ഇരുന്ന് തലയാട്ടിയ പോലെ ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്കിപ്പോ അവിടെ പോലെ ചോദിക്കാനുള്ള സമയമൊന്നുമില്ല. സത്യം പറ. അപ്പൊ നിങ്ങൾക്കില്ലാത്ത കഴിവ് കുട്ടിക്ക് കിട്ടിയില്ലേ? വിദ്യാഭ്യാസം നന്നായിട്ട് പഠിക്കാനുള്ളൊരു കഴിവ് കിട്ടിയില്ലേ? ദൈവത്തോട് നന്ദി പറയുക. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇല്ലാത്ത കഴിവ്. ഉമ്മ എത്ര വരെ പോയിട്ടുണ്ട് പഠിക്കാൻ? 3 വരെ പോയിട്ടുണ്ട്. ഓരോ എത്ര ക്ലാസ്സിലാണ് പഠിക്കണത്? സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പഠിക്കണത്. പഠിച്ച് ആരാവും? ഡോക്ടർ ആവും. പഠിച്ച് ആരാവും? ഒരു ശരിക്കും മരുന്ന് കുപ്പിയുടെ സിറപ്പിന്റെ അത്ര ഉള്ള ആളാണ് ഇനിയിപ്പോ പെട്ടെന്ന് ഡോക്ടർ ആകാൻ പോണത്. പഠിച്ച് മോൻ വളർന്ന് വലുതാകുമ്പോൾ ഡോക്ടർ ആവുക. ഒരു പോലീസ് ആയിക്കൂടെ? അവിടെ ഇപ്പൊ ഒരു പോലീസിന്റെ അല്ലേ ആവശ്യം? ഏത്? ചെറിയൊരു കാറ്റ് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അച്ചു ആദ്യം തെറിച്ചു പോകും. ഡോക്ടർ ആവും. ഫീസ് എത്രയായിരിക്കും പരിശോധിക്കാൻ? 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്ന് മേടിച്ചിട്ട് നേരെ വേറെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർക്ക് ഫീസും കൊടുത്ത് ജീവിക്കാം. ഒരു പാട്ട് പാടിക്കാൻ ഞാൻ കേൾക്കട്ടെ. ഉമ്മാന്റെ കാലൻ പാടിലാൻ തുടക്കം ഓർത്തോളെ പുതുമതിയാമൊത്തു മുഹമ്മദ് തൂമൊരു ഉള്ളിലകച്ചോളെ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മതക്കാമോ 1000 പോത്തുമ വന്നാൽ സ്വന്തം പെറ്റുമ ആയിടുമോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും മനസ്സുറപ്പുള്ളോര ഉമ്മ മനസ്സുറപ്പുള്ളോര ഉമ്മാന്റെ കാലടി പാടിലാൻ സുബർക്കം ഓർത്തോളെ പുതുമതിയാ മുത്തു മുഹമ്മദ് തൂമതിയുള്ളിലവച്ചോളെ കണ്ണുള്ളോർക്കൊന്നും കണ്ണ് കാഴ്ചകളറിയൂല കരളുമ്മ പെറ്റുമ്മാന് കാണാനൊക്കൂല ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും മനസ്സുറപ്പുള്ളോര ഉമ്മ മനസ്സുറപ്പുള്ളോര. നല്ല മനസ്സിന് ഉറപ്പുള്ള ആണോ ഉമ്മ? എല്ലാം കാണാനും കേൾക്കാനും ഭർത്താവിനെ സഹിക്കാനും മക്കളെ സഹിക്കാനും ഒക്കെ പാട്ടിൽ നല്ല അർത്ഥമുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. അതിൻ്റെ
പൊരുൾ നോക്കി തേടി പോവുകയാണെങ്കിൽ, ഈ പാട്ട് ഹൃദ്യസ്ഥമാക്കുകയാണെങ്കിൽ, മനഃപ്പാഠമാക്കുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ ഇത്തരം ആൾക്കാർ, ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നവരൊരിക്കലും ഉമ്മയെ വെറുക്കില്ല, ഉമ്മയോട് വഴക്കിടില്ല, ഉമ്മയെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി ആക്കില്ല. എല്ലാം സഹിക്കുന്ന സഹനത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് ഉമ്മ അല്ലെങ്കിൽ അമ്മ, അല്ലേ? എനിക്കിഷ്ടം. പേർഷ്യയിൽ പോകണമെന്ന് താല്പര്യമുണ്ടോ? ഇല്ല. പാപ്പ എങ്ങനെയെങ്കിലും പേർഷ്യയിലേക്ക് പോട്ടെ എന്നാണ് ഉമ്മയുടെ മനസ്സ് കൊതിക്കുന്നത്. അതുപോലെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സുഖമാണോ? ഇന്നലെ രാത്രി ഉറങ്ങിയോ? എന്തെങ്കിലും കഴിച്ചോ രാവിലെ? എന്ത് കഴിച്ചു? അമ്മയാണോ പാവം, അച്ഛനാണോ പാവം? രണ്ടും പാവമാണ്. അങ്ങനെ പറയണമെന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? അമ്മച്ചമ്മ പറഞ്ഞു കൊടുത്ത് വിട്ടിരിക്കുക. മോൻ ഇങ്ങനെയൊക്കെ പറയണം. അതായത് എൻ്റെ മോളെയും നോക്കിയേക്കണം, മോനെയും നോക്കിയേക്കണം. രണ്ടുപേരും നല്ലതാണെന്ന് തന്നെ പറയണം. ഒരാളെ മാത്രം മോശമാക്കി പറയരുത്. സത്യത്തിൽ എന്താണ്? സത്യത്തിൽ രണ്ടും മോശമല്ലേ? പക്ഷെ നമ്മ ഇവിടെ നന്നാക്കുകയല്ലേ? അമ്മൂമ്മ എങ്ങനെയുണ്ട് ആള്? പിന്നെ കുളിച്ച് പിന്നെ പൊട്ടൊക്കെ തൊട്ട് കാര്യം കൊടുത്തു വന്ന പിന്നെ നല്ലതാണ്. അച്ഛൻ എന്താ ജോലി? ബാങ്കിൽ പോയി കാശ് എടുത്തോണ്ട് ഓടലാണോ? പിന്നെന്താണ്? ബാങ്കിലാണ്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ജോലിയുണ്ട്. അമ്മമ്മക്കോ? അമ്മമ്മയ്ക്ക് ജോലി. ഒക്കെ വീട്ടു ജോലിയാണോ? അടുക്കള പണിയാണോ? വീട് എവിടെയാണ് ശരിക്ക്? കരുനാഗപ്പള്ളിയിലാണ് വീട്, അല്ലേ? അച്ഛന്റെ പേരെന്താണ്? സജി. അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ബോബിക. അമ്മമ്മയുടെ പേരോ? അംബിക. ആരെയാണ് മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മയും അച്ഛനും. എന്നാ പിന്നെ അമ്മൂമ്മയുടെയും കൂടെ പറഞ്ഞു. പിന്നെ കരുനാഗപ്പള്ളിയിലുള്ള നിങ്ങളുടെ ബന്ധുക്കളെയും പറഞ്ഞു കേട്ടാ. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കാം. ശരിക്കും അയ്യപ്പനെ പാടി ഉറക്കുന്നതാണ് ഞാൻ കേട്ടേക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ അയ്യപ്പന്റെ അടുത്ത് നിന്ന് പാടുകയാണെങ്കിൽ അയ്യപ്പൻ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കും. ആരാരോ പഠിക്കേ. ചിരിക്കൽ എനിക്ക് അധികം ഇഷ്ടമല്ല. ഇന്നാള് ചിരിച്ചിട്ട് ഞാനൊരു കൊച്ചിനായിട്ട് കണ്ണിട്ട് കുത്തിയതാ. ഒരു പാട്ട് കൂടി പഠിക്കേ. ഏത് പാട്ടാണ്? എത്തിച്ചു കൊടുത്തു നമ്മള്. ഇനി ഒന്ന് ശ്വാസം വിട്ടോ. അയ്യോ, ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അമ്മമ്മ പൊക്കിയിട്ടിരിക്കും. പഠിപ്പിച്ച് തന്നു വിട്ടല്ലേടാ, നീ എന്തേ അവിടെ പോയി ഇതൊക്കെ പാടിയില്ല എന്ന് പറഞ്ഞ് കുമ്മൻ ഇടിയിടിക്കും. ഇടിയിന്ന് രക്ഷപ്പെട്ടു ഏട്ടാ, ജീവിച്ചു പോകാം ഏട്ടാ. ഹരിവരാസൻ എന്താണ്? മലക്ക് പോയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? 3 മാസം. ഇത് എത്ര മാസമായി ഇതിന്? 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിന് എത്ര മാസമായി? ശോഭേന്നേരം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ചെന്ന കളി തേങ്ങയെന്ന് പറഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിൽ വരുമ്പോ അങ്കിളിന് എന്ത് തരും? മുട്ടായി തിന്നാനാണ് ഞാൻ ഈ റിസ്ക് എടുത്ത് അവിടം വരെ വരുന്നത്. എന്റെ പേരെന്താണ്?
പള്ളുരുത്തി മാമൻ. പള്ളുരുത്തി മാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മിഠായി. ഹലോ ചേണ്ട. അപ്പോ സന്തോഷമായി അങ്കിളിനെ 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ മിടുക്കന്മാർ, നല്ല പാട്ടുപാടി, നല്ല കഥ പറഞ്ഞു, നല്ല ദിവസമായിരുന്നു. വീട്ടിൽ പോയി നിന്ന് കാണുമ്പോൾ എല്ലാവരും നിങ്ങളെ കാണും, കണ്ടു ചിരിക്കും. ഇനി നിങ്ങൾക്ക് സമ്മാനം തരുന്നു. സമ്മാനം വാങ്ങാൻ റെഡിയാണോ? മിൽക്ക വണ്ടർ കേക്ക് കേട്ടാ. നല്ല കഥ പറയാത്തവർക്ക് ഒരു എന്റെ പേര് പറഞ്ഞത് ആരാണ്? സാജൻ പള്ളുരുത്തി എന്ന് പറഞ്ഞ ആരാണ്? പള്ളുരുത്തി മാമൻ എന്ന് പറഞ്ഞ ആരാണ്? കൈബൊക്ക്. പള്ളുരുത്തി മാമൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ പേര് അറിയാത്തവർക്ക് ഇനി ഹരിവരാസനം പാടിയത് ആരാണ്? കൈബൊക്ക്. 2 കൈബൊക്ക്. അപ്പൊ ഇതെങ്ങനെ മേടിക്കും? മെടുക്കൻ. അപ്പോ ഇന്നത്തെ ദിവസം ഹരിവരാസനം വിശ്വമോഹനം നമുക്ക് പാടി ഉറക്കാം. മണ്ഡലവ്രതക്കാലമാണ്. അയ്യപ്പ ഭക്തന്മാർ വ്രതമെടുത്ത് നോൻപെടുത്ത് മലയ്ക്ക് യാത്രയാകുന്നു. ആ പുണ്യ മാസം അല്ലെങ്കിൽ വൃശ്ചികം 1-ാം തീയതി മുതൽ അടുത്ത മകരവിളക്ക് വരെയുള്ള ആ ഒരു നല്ല യാത്ര. എല്ലാ യാത്രയിലും എല്ലാ ഭക്തിയും ഒക്കെ നിറഞ്ഞുകൊണ്ടാടട്ടെ. നമ്മുടെ കുട്ടികളുടെ ശക്തിയും വർദ്ധിക്കട്ടെ. അവർക്ക് നല്ല ബുദ്ധി ദൈവം കൊടുക്കട്ടെ. നല്ല പാട്ട് പാടാൻ, നല്ല കഥ പറയാൻ കഴിവുള്ള നല്ല മിടുക്കന്മാരെ ഇന്ന് സൂപ്പർ കിഡ്സിലൂടെ മലയാളികളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഇന്ന് രാത്രി നമുക്ക് ശുഭരാത്രി. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.